നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തിയിട്ടും ചലനമുണ്ടാക്കാനാകാതെ മുൻ MLA PV അൻവർ. പ്രചാരണത്തിന് അണികളില്ലാത്തതാണ് അൻവറിന് ലഭിച്ച തിരിച്ചടി. ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിച്ച് മത്സര രംഗത്തിറങ്ങിയ അൻവറിന് ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാത്തതും പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തൽ. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച ഘടകങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിലേക്ക് നയിച്ച PV അൻവറിന് എന്നാൽ ഒരു ചലനവും ഇന്നേ വരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പച്ചപ്പരമമായ ഒരു സത്യവും. എങ്ങനെ നമുക്ക് വിലയിരുത്താം? രോഹിണി, നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത് PV അൻവർ രാജി വെച്ചതുകൊണ്ടാണ്. LDF-ന്റെ ഭാഗമായി മത്സരിച്ചാണ് 2016 മുതൽ PV അൻവർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ നിയമസഭാ സാമാജികനായി ഉണ്ടായിരുന്നത്. 2016 അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി LDF-ന്റെ ഭാഗമായി LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം പിന്നീട് 2021 LDF സ്വതന്ത്രനായി മത്സരിച്ച് PV അൻവർ തന്നെയാണ് ഇവിടെ നിന്നും വിജയിച്ചത്. അന്ന് DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശിനെ 2700 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PV അൻവർ ഇവിടെ വിജയിച്ചത്. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയെ അടക്കം വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുൻപാണ് PV അൻവർ ഇവിടെ രാജിവെച്ചത്. അതിനുശേഷമാണ് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായത്. LDF-നെ രൂക്ഷമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വലിയ രീതിയിൽ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം UDF-ലേക്ക് ചേക്കേറാനുള്ള ഒരു നീക്കമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ പല വഴികൾ നോക്കിയിട്ടും അതൊന്നും തന്നെ നടന്നില്ല. മുസ്ലിം ലീഗ് വഴി വലിയ രീതിയിൽ തന്നെ ചരട് വലിച്ചെങ്കിലും UDF പ്രവേശനം അത് അസാധ്യമായി നിന്നു. അതിനുശേഷം PV അൻവർ DMK-യുടെ ഭാഗമാകാനുള്ള നീക്കം നടത്തി. തമിഴ്നാട്ടിൽ പോയി DMK-യുടെ നേതാക്കളെ കണ്ടു. പിന്നീട് കുറച്ച് ദിവസം മാത്രം DMK-യുടെ ഭാഗമായി അവരുടെ മുന്നണിയിൽ എടുത്തില്ല. കേരളത്തിൽ അത്തരത്തിലുള്ള DMK-യുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തി. അതിനുശേഷം പിന്നീട് ബംഗാളിലെത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ഇങ്ങനെ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അൻവർ. UDF മുന്നണി പ്രവേശനത്തിന് അതിനുശേഷവും ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ UDF മുന്നണി പ്രവേശനം അസാധ്യമായി. അങ്ങനെ അവസാന ഘട്ടത്തിൽ താൻ മത്സരിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷവും താൻ മത്സരിക്കുന്നില്ല എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നത്. തൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. പിന്നീട് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. താൻ മത്സരിക്കുന്നുണ്ട്, പല കോണുകളിൽ നിന്നും പല ആളുകളുടെയും ആവശ്യമാണ് താൻ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞ് PV അൻവർ വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ് ഉണ്ടായത്. അതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നൽകിയിരുന്ന നോമിനേഷൻ തള്ളി പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. PV അൻവർ രാജിവെച്ചതുകൊണ്ടാണ് ഇവിടെ മത്സരം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പിന്നീട് വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെയാണ് PV അൻവർ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ PV അൻവറിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അണികൾ അദ്ദേഹത്തോടൊപ്പമില്ല. പ്രചാരണ രംഗത്ത് ഇപ്പോഴും അൻവർ സജീവമായിട്ടില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയപ്പോഴും അൻവറിൻ്റെ ഒരു കാര്യമായ ഒരു പ്രചാരണം ഒന്നും തന്നെ നമുക്ക് ഈ മണ്ഡലത്തിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. ഒരു കൺവെൻഷൻ പോലും വിളിച്ചുകൂട്ടാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന നേതൃയോഗങ്ങളോ മറ്റു ഒന്നും തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. താഴെത്തട്ടിലുള്ള ഒരു പ്രചാരണവും നടക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഒരു അണികളുടെ പിന്തുണ ഇല്ലാത്തത് തന്നെയാണ് അൻവറിന് വലിയ തിരിച്ചടിയാകുന്നത്. ഇനി വെറും 8 ദിവസം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത്. 19-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആണ് ഇത് എന്നതിൽ തർക്കമില്ല. കാരണം മുന്നണി പ്രവേശനം നടന്നില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് അൻവറിന് ഒരു വലിയ തിരിച്ചടി തന്നെയാകും എന്നതിൽ തർക്കമില്ല. രോഹിണി, അതെ, ശരിയാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.